പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹനീയമായ നല്ല നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ റോസ് ഫാമിലി പ്രെയർ ഫെലോഷിപ്പ് എന്ന ഈ അനുഗ്രഹീതമായ ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ നിങ്ങളോട് വചനത്തിലൂടെ സംവദിക്കേണ്ടതിന് കർത്താവ് ഒരുക്കി നൽകിയ ഈ നല്ല അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മനോഹരവും സുന്ദരമായ ഒരു ദിവസം നമ്മളെ വിട്ട് കടന്നു പോവുകയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഈ പ്രെയർ ഫാമിലിയോടൊപ്പം ഒരുമിച്ചായിരിക്കാൻ സാധിച്ചത്. ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ അഥവാ ഇതിൻ്റെ വാട്സപ്പ് കൂട്ടായ്മയൊക്കെ ഉണ്ട്. അതിൻ്റെ ചീഫ് അഡ്മിനും ഫൗണ്ടറൊക്കെ ആയിരിക്കുന്ന പ്രിയ റോസ്ലിൻ അമ്മാമയെ ഓർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്കിങ്ങനെ അവസരം ഒരുക്കി നൽകിയതിനുള്ള നന്ദി ആദ്യമേ അറിയിക്കുകയാണ്. അതാണ് ദാസിയെയും ശുശ്രൂഷകളെ അനുഗ്രഹിക്കട്ടെ. ഈ ഗ്രൂപ്പിലൂടെയും അതുപോലെ വാട്സപ്പിലുള്ള പ്രവർത്തനത്തിലൂടെയും ഒക്കെ ഞങ്ങളെ ശ്രദ്ധിക്കുകയും ആത്മീക നന്മ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൻ നാമത്തിലുള്ള നന്ദിയും സ്നേഹവന്ദനവും അറിയിക്കുന്നു. കർത്താവ് നമ്മളെ ഒത്തിരി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ശക്തമായ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട്, വിശദമായ ദൈവപ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ദൈവം നമ്മളെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ വളരെ സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും വ്യത്യസ്തമായ പ്രശ്നങ്ങൾ നമുക്ക് നേരെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതിൻ്റെയൊക്കെ നടുവിൽ ഒരു പ്രാർത്ഥന ജീവിതമാണ് നമുക്ക് അനിവാര്യമായിരിക്കുന്നത്. പ്രാർത്ഥന ജീവിതമുള്ള ദൈവ പൈതലായി ജീവിക്കുവാൻ കർത്താവ് നമ്മളെല്ലാവരെയും ബലപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഞാൻ ഒത്തിരി മുഖവിലകളിലൂടെ സമയം ദീർഘിപ്പിക്കാതെ എൻ്റെ ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് സന്ധ്യയിലെ ചിന്തകൾക്ക് ആധാരമായിട്ട് മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ നിന്നുകൊണ്ടുള്ള 1 മുതലുള്ള ചില വാക്യങ്ങൾ വായിച്ച് ചിന്തകൾ നയിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. സ്വർഗരാജ്യം മണവാളിനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരുടെ സദൃശ്യമാണ്. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. സ്തോത്രം. 25-ാം അധ്യായം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. സുപരിചിതമാകാൻ കാരണം ഈ അധ്യായം കർത്താവിൻ്റെ പുനരാഗമന സംബന്ധമായ പഠന വിഷയവുമായി ചേർത്താണ് നമ്മൾ പൊതുവെ പഠിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സുപരിചിതമാണ്. നാം ഒത്തിരി പഠിക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ള വേദവചന ഭാഗമാണ് 25-ാം അധ്യായം. നമുക്കിതിലെ ഉപമയൊക്കെ വളരെ കാണാപ്പാടമാണ്. കാരണം ഒത്തിരി പ്രസംഗം നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഭാഗമാണല്ലോ 10 കന്യകമാർ എന്ന വിഷയം. ഈ 10 കന്യകമാരിൽ നിന്നുകൊണ്ടുള്ള ചില ചിന്തകൾ ഞാൻ പുനരാഗമന സംബന്ധമായ എസ്കറ്റോളജിക്കൽ ചിന്തകളിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായി നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഈ ചിന്തകളെ നയിക്കാൻ ദൈവത്തിൽ ശരണപ്പെടുന്നത്. നമുക്ക് അല്പനിമിഷങ്ങൾ ചിന്തിക്കാം. ഇവിടെ കർത്താവ് മണവാളൻ്റെ വരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന 10 കന്യകമാരെ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ആ 10 പേരെ 2 ഗ്രൂപ്പുകളായി തിരിക്കുന്നു. അതിൽ ഒരു ഗ്രൂപ്പിന് ബുദ്ധിയുള്ളവരെന്നും മറ്റേ ഗ്രൂപ്പിന് ബുദ്ധിയില്ലാത്തവർ എന്നും 2 നാമകരണങ്ങൾ നൽകുകയാണ്. അപ്പോൾ ഈ ബുദ്ധിയുള്ളവരുടെ പ്രത്യേകത എന്താണ്? ബുദ്ധിയുള്ളവർ അവർ വിളക്കിൽ എണ്ണയും എടുത്തു എന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ബുദ്ധിയില്ലാത്തവരുടെ പ്രശ്നം എന്താണ്? അവർ വിളക്കോടുകൂടെ എണ്ണ എടുത്തില്ല എന്നും എഴുതിയിരിക്കുന്നു. പിന്നെ പൊതുവെയുള്ള ചിന്താഗതികൾ നാം മനസ്സിലാക്കി വരേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ ഇവരെ 2 ഗ്രൂപ്പുകൾ വീതമായി തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അല്പനിമിഷങ്ങൾ കഴിയുമ്പോൾ മണവാളൻ വരുവാൻ താമസിക്കുന്നു എന്ന ഒരു പ്രശ്നം ഈ 10 പേരെയും ബാധിക്കുകയാണ്. അപ്പം മണവാളുടെ താമസം അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായി തീരുന്നത്. 10 പേരും മണവാളിനെ എതിരേൽക്കാൻ വേണ്ടിയിട്ട് കാത്തിരുന്നു. ആ 10 പേരെ 2ആയി തിരിച്ചത് നമ്മൾ കണ്ടു. തീർന്നില്ല. ഈ 10 പേർ അവർ ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ മണവാളൻ വരാൻ താമസിക്കുകയാണ്. അവിടെയാണ് പ്രശ്നങ്ങൾ സത്യത്തിൽ രൂക്ഷമായിട്ട് മാറുന്നത്. പ്രശ്നങ്ങൾ പ്രാരംഭത്തിലെ ആരംഭിച്ചിരുന്നു എന്നുള്ളത് വേറൊരു സത്യസന്ധമായ കാര്യമാണ്.
അവരുടെ ഒരുക്കത്തിൽ തന്നെ പ്രശ്നമുണ്ടായിരുന്നു. സത്യത്തിൽ ഈ ഉപമ കൊണ്ട് കർത്താവ് അർത്ഥമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കാത്തിരിക്കുക എന്ന വിഷയമാണ്. കാത്തിരിക്കുക എന്ന വിഷയത്തെയാണ് കർത്താവ് ഈ ഉപമയിലൂടെ അനുവാചകർക്ക് നൽകിത്തരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എങ്ങനെ കാത്തിരിക്കണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമായിട്ട് ഉപമയിൽ നിന്നുകൊണ്ട് പറയാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്: ഒരുങ്ങി കാത്തിരിക്കുക. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം: ഒരുങ്ങി കാത്തിരിക്കുക. പ്രിയമുള്ള ദൈവമക്കളെ, ഈ സങ്കീർണമായ ജീവിത സാഹചര്യങ്ങളിലൂടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളെയും ഇന്ന് രാത്രിയിൽ എൻ്റെ സന്ദേശത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് ഞാൻ പ്രബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രിയമുള്ളവരെ, നമുക്ക് കാത്തിരിക്കാം. എങ്ങനെ കാത്തിരിക്കണം? ഒരുക്കി കാത്തിരിക്കണം. എങ്ങനെയെങ്കിലും കാത്തിരുന്നാൽ പോരാ. നമ്മുടെ ഇഷ്ടത്തിനോ തന്നിഷ്ടത്തിനോ കാത്തിരുന്നിട്ട് പ്രയോജനമില്ല. അങ്ങനെ ഇരുന്നിട്ട് നമുക്കൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ എങ്ങനെ ഇരിക്കണം എന്ന് ചോദിച്ചാൽ ഒരുങ്ങി കാത്തിരിക്കണം. എത്ര ദൈവമക്കൾ എൻ്റെ ഒപ്പം ചേർന്ന് ആമേൻ പറയുന്നവരുണ്ട്? സ്തോത്രം. എങ്ങനെ ഒരുങ്ങണം എന്ന് ചോദിച്ചാൽ വിശുദ്ധ തിരുവെഴുത്തിനാധാരമായി നമുക്ക് നൽകിയിരിക്കുന്ന ഉപദേശ സംഹിതകളെ കാച്ചിക്കുറുക്കാതെ അതിനകത്ത് വേണ്ടുന്നത് തള്ളിക്കളഞ്ഞ് വേണ്ടാത്തത് തള്ളിക്കയറ്റി ഒന്നുമല്ല നമ്മൾ ഒരുങ്ങേണ്ടത്. പിന്നെ സനാതന വചനം നമ്മുടെ എന്ത് വേണ്ട എന്ന് പറയുന്നതിനെ മനസ്സോടെ വിട്ടുകളയുക. എന്തു വേണം എന്ന് പറയുന്നു അതിനെ മനസ്സോടെ സ്വീകരിച്ച് ഒരുങ്ങി കാത്തിരിക്കാം. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സങ്കീർണ സാഹചര്യത്തിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുക്കത്തോടെ തികഞ്ഞ കാത്തിരിപ്പ് നടത്താൻ കർത്താവ് ഓരോ പ്രിയമുള്ളവരെയും അനുവദിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന പ്രബോധന വാചകത്തോടെ സന്ദേശം ആരംഭം കുറിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ 10 പേർ കാത്തിരുന്നു. താമസം എന്നതാണ് പ്രശ്നം. താമസിക്കുന്നു എന്നത് ഇവിടുത്തെ വലിയ പ്രശ്നമാണ്. താമസിക്കുമ്പോഴാണ് പ്രശ്നം രൂക്ഷമാകുന്നത്. മണവാളൻ വരാനുള്ള താമസം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ താമസം എന്നത് ഇന്നത്തെയും ആത്മീയതയുടെ വലിയൊരു പ്രശ്നമാണ്. ആത്മീയതയുടെ ഇന്നത്തെ ഒരു വലിയ പ്രശ്നമാണ് ഈ താമസം എന്ന് പറയുന്നത്. എന്താണ് താമസം എന്നതിന്റെ അർത്ഥമാക്കുന്നത് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, അനേകർ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് ദൈവസന്നിധിയിൽ കടന്നു വരുന്നുണ്ട്. ഒത്തിരി പേര് കടന്നു വരുന്നുണ്ട് കണ്ണീരോടെ. പാസ്റ്ററേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പാസ്റ്ററേ, എനിക്ക് വേണ്ടി ഒന്ന് ഉപവസിക്കണം എന്നൊക്കെ പറഞ്ഞ് സഭയിൽ കടന്നു വരുന്നത് 100 അല്ല, 100,000 പക്ഷേ ഈ കടന്നു വരുന്നതിൽ എത്ര പേർ നിലനിൽക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അല്പം സംശയത്തോടെ മാത്രമേ നമുക്കതിന് ഉത്തരം പറയാൻ കഴിയുകയുള്ളൂ. കാരണം ഓടി പ്രാർത്ഥനയോടെ നെഞ്ചത്ത് അടിച്ച കണ്ണുനീരോടെ ഓടി വരും കർത്തൃദാസന്മാർ. മനസ്സോടെ പ്രാർത്ഥിക്കും, ദൈവമേ ഈ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കണമേ. കർത്തൃദാസന്മാരുടെ പ്രാർത്ഥന, ഇവരുടെ കണ്ണുനീരെല്ലാം കൊണ്ട് മറുപടി ലഭിക്കും. പക്ഷേ മറുപടി ലഭിച്ചു കഴിഞ്ഞാൽ എത്ര പേർ നിലനിൽക്കുന്നവരുണ്ട്? സ്തോത്രം. ഒന്നാമത്തെ ചിന്ത. 2, മറുപടി ലഭിക്കാൻ അല്പം താമസിച്ചാലോ, മറുപടി ലഭിക്കാൻ അല്പം ലേറ്റായാലോ എത്ര പേർ കാത്തിരിക്കുന്നവരുണ്ട്? ചുരുക്കമെന്ന് പറയാൻ എനിക്ക് ഭയമുണ്ട്. കാരണം അതാണ് ഇന്നത്തെ ആത്മീയതയുടെ സ്ഥിതി. എത്രയോ ആളുകൾ ദൈവസന്നിധിയിൽ നിന്ന് മറുപടി ലഭിക്കാൻ താമസം നേരിടുമ്പോൾ എനിക്ക് ദൈവത്തെ വേണ്ട, ഞാൻ മെറ്റുവളത്തിന്റെ പുറകെ പോയിരുന്നെങ്കിൽ എനിക്ക് എപ്പോഴേ കാര്യം നടന്നേനെ എന്ന് ചിന്തിക്കുന്ന ആളുകളെ കൊണ്ട് ഇന്നിന്റെ ആത്മീയ ഗോളം നിറഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ അല്പം സന്ദേഹത്തോട് പറയാം. ദൈവമക്കളെ, നാം ഇതൊക്കെ കണ്ണുണരേണ്ടുന്നൊരു കാലഘട്ടമാണ്. ഈ 10 കന്യകമാരിൽ 5 പേർ, സ്തോത്രം, നമ്മളിൽ ആർക്കെങ്കിലും ഒരു നിഴലാണെന്നൊരു തോന്നലുണ്ടെങ്കിൽ ഇന്ന് ഈ സന്ധിയിൽ നാം നമ്മെ ഒന്ന് സമർപ്പിക്കുന്ന ആമേൻ ദിവസമായി മാറട്ടെ എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ഈ പ്രശ്നം എവിടെ നിന്നും തുടങ്ങിയതല്ല. പഴയ നിയമത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം ചേർത്ത് പഠിക്കാൻ കൊള്ളാവുന്ന ഒരു ഭാഗമാണ്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം. 32-ാം അധ്യായത്തിൽ എന്താ കാണുന്നേ? 40 ദിനരാത്രങ്ങൾ മോശ പർവ്വതത്തിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു, ദൈവസന്നിധിയിലായിരുന്നു. 40 ദിവസങ്ങൾ ഇരുട്ടി വെളുത്തത് മോശ അറിഞ്ഞില്ല. ദൈവമക്കളെ, ഓ എന്ത് ശ്രേഷ്ഠതയാണ്! 40 ദിവസങ്ങൾ പോയത്
ഒന്നും രണ്ടും ദിവസമല്ല, 40 ദിവസം പോയത് മോശ അറിഞ്ഞില്ലെന്ന്. നമ്മൾ ഇന്ന് എവിടെ 2.5 മണിക്കൂറൊക്കെ സഭയ്ക്കകത്തൊന്ന് ഇരുന്ന് മുഴിപ്പിക്കാൻ പെടുന്ന കഷ്ടപ്പാട് എന്തുമാത്രമാണെന്ന് ഞാൻ പറയാറുണ്ട്. നമുക്കൊക്കെ അറിയാം. 1 മണിയാകുമ്പോൾ സംഭവിക്കുന്ന ആ ഒരു അന്തരീക്ഷം, ഈ സ്കൂള് സമയത്ത് അവസാന പീരീഡിന്റെ ബെല്ലടിക്കാൻ നേരത്തുള്ള ആ ഒരു അന്തരീക്ഷമാണ് സഭയ്ക്കകത്ത് ഈ 1 മണിയാകുമ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ. എന്താ സംഭവിക്കുന്നേ? എങ്ങനെയെങ്കിലും ഒന്ന് ആരാധന തീർത്ത് ആ ആശീർവാദത്തിന്റെ അവസാന മണിനാദം, ലേലിയ എന്നുള്ള അവസാനത്തെ ആ മണിനാദം ഒന്ന് മുടങ്ങുമ്പോ ബൈബിളും പാഠപുസ്തകം പിന്നെന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവയെല്ലാം പറക്കിക്കൂട്ടി പെട്ടെന്ന് വീട്ടിൽ ചെല്ലണം. അതിനുവേണ്ടിയുള്ളൊരു തത്രപ്പാടാ. പ്രിയമുള്ളവരെ, മോശ 40 ദിവസം ദൈവത്തോടുകൂടെ പർവ്വതത്തിൽ ഇരുന്നിട്ട് അറിഞ്ഞില്ല, മടുപ്പ് തോന്നിയില്ലെന്ന്, ക്ഷീണിച്ചില്ലെന്ന്. എന്തൊരു അത്ഭുതമാ പ്രിയമുള്ളവരെ. കാര്യം എന്നറിയോ? എന്താ കാര്യം എന്നറിയോ? മോശ ഇരുന്നത് ദൈവസന്നിധിയില. മോശ ഇരുന്നത് ദൈവ സാന്നിധ്യത്തിന്റെ നടുവിലാണെന്ന് ബൈബിളിൽ ഒരു വാക്യമുണ്ടല്ലോ, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്തെന്നും പ്രമോദങ്ങളുമുണ്ട്. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും, ദ ഫുൾനെസ് ഓഫ് ഹാപ്പിനെസ്, സന്തോഷത്തിന്റെ പരിപൂർണത. കുഞ്ഞെ, അത് ഈ ഭൂമിയിലെങ്ങും കാണാൻ പറ്റത്തില്ല, അത് ഈ ഭൂമിയിലെങ്ങും കിട്ടത്തില്ല. ആരെങ്കിലും ഈ ഭൂമിയിൽ ഇതൊക്കെ കിട്ടുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അയ്യോ, അബദ്ധമാണേ. ഇത് ദൈവസന്നിധിയിൽ മാത്രം കിട്ടുന്ന സാധനമാ. സന്തോഷത്തിന്റെ പരിപൂർണത, പ്രമോദങ്ങൾ ദൈവസന്നിധിയുടെ ദാനമാണ്, ദൈവസന്നിധിയുടെ വരദാനമാണ്. സന്തോഷ പരിപൂർണത, എന്നും പ്രമോദങ്ങൾ. അവൻ മോശ അറിഞ്ഞില്ല. ഇങ്ങനെയൊക്കെ ഇരുന്നാൽ എങ്ങനെ അറിയുന്നേ? സന്തോഷ പരിപൂർണതയിലും പ്രമോദങ്ങളെ നടുവിൽ ഇരുന്നാൽ എങ്ങനാ കുഞ്ഞെ നേരം വെളുക്കുന്നത് അറിയുന്നേ? എങ്ങനാ കുഞ്ഞെ സമയം പോകുന്ന അറിയുന്നേ? നമ്മുടെ ദൈവസഭകൾ ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അവരാരാധനയ്ക്ക് വേണ്ടി കൊതിക്കുന്നവരുണ്ട്, ഇതൊരു അവസരമായി എടുക്കുന്നവരുമുണ്ട്, അതിലേറെ ഒരു ആരാധനയ്ക്ക് വേണ്ടി കൊതിക്കുന്നവരുമുണ്ട്. എനിക്കുറപ്പുണ്ട്. സ്തോത്രം. ആത്മാർത്ഥമായി ചിന്തിച്ച ദൈവമക്കളെ, റോസ് ഫാമിലിയിലൂടെ ഇന്ന് സന്ധ്യയിൽ എന്നെ ശ്രദ്ധിക്കുന്നവരിൽ നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഹൃദയത്തിനകത്തൊരു കൊതി തോന്നുന്നില്ലേ നമുക്ക് ഒരുമിച്ചൊന്നിരുന്ന് ആരാധിക്കാൻ? എത്ര ദൈവമക്കളുണ്ട്? നിങ്ങൾക്കൊരു ആമേൻ പറയാൻ പറ്റുമോ ഈ കമന്റ് ബോക്സിൽ? കൊതിക്കുന്നവർ, ആരാധനയ്ക്ക് വേണ്ടി കൊതിക്കുന്നവർ, ഒരു ആമേൻ പറയാൻ പറ്റുമോ? സ്തോത്രം. ആരാധനയ്ക്ക് വേണ്ടി കൊതിക്കുകയല്ലേ നമ്മൾ? ഇതൊന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പണ്ടത്തെ പോലെ ഒന്ന് കൂടായിരുന്നു, പണ്ടത്തെ പോലെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമായിരുന്നു, അല്ലേ? നമുക്ക് നഷ്ടമായി പോയില്ല ദൈവമക്കളെ. നമുക്ക് എവിടേക്കോ അന്യം വന്നു പോയില്ലേ നമ്മുടെ കൂട്ടായ്മകൾ, നമ്മുടെ സന്തോഷം, നമ്മുടെ സ്തുതി, ആരാധന, ഒരുമിച്ചുള്ള കൂട്ടായ്മയൊക്കെ നമുക്ക് എവിടേക്കോ നഷ്ടം വന്നു പോയില്ലേ? നമുക്കൊന്ന് മടങ്ങി വരണ്ടേ അവിടേക്ക്? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവമക്കളെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമ്മെ ഒന്ന് സമർപ്പിക്കാം. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ പഴയ കാലത്തിലേക്കൊരു മടങ്ങിപ്പോക്ക്, നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് സ്തോത്രം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദിവസങ്ങളായി ഈ ദിനങ്ങളൊക്കെ ഒന്ന് മാറട്ടെ. സ്തോത്രം. സന്തോഷ പരിപൂർണത, എന്നും പ്രമോദങ്ങൾ. അതിൻ്റെയൊക്കെ നടുവിലിരുന്ന മോശ അറിഞ്ഞില്ല സമയം പോയത്. മോശ അറിഞ്ഞില്ല സമയം പോയത്. ആ മനോഹരമായ അന്തരീക്ഷത്തിൽ മോശ 40 ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. വിഷയത്തിലേക്കൊന്ന് മടങ്ങി വരാം. മോശ 40 ദിവസങ്ങൾ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ എന്താ അടിവാരത്ത് സംഭവിച്ചേ? എന്താ അടിവാരത്ത് നടന്നേ? അടിവാരത്ത് നടന്നത് മറ്റൊന്നുമല്ല, സ്തോത്രം ദൈവമക്കളെ, അടിവാരത്ത് ദൈവത്തിന്റെ ജനം ഇതേ സമയം അഹരോന്റെ അടുക്കൽ വന്നു കൂടിയിട്ട് അഹരോനോട് പറയുകയാ, നീ ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക, ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. നോക്കണമേ, 40 ദിവസങ്ങൾ മോശ പർവ്വതത്തിൽ ഇറങ്ങാൻ താമസിച്ചപ്പോൾ
ഈ ജനം റിജക്റ്റ് ചെയ്തത് മോശയുടെ ലീഡർഷിപ്പിനെ അല്ല, മോശയുടെ നേതൃത്വത്തെ അല്ല അവർ തള്ളിയത്, മറിച്ച് മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിച്ചു കൊണ്ടുവന്ന ദൈവത്തെയാണ് അവർ വേണ്ടെന്ന് പറഞ്ഞത്. അവരെ വിടുവിച്ച ദൈവത്തെയാണ് അവർ വേണ്ടെന്ന് പറഞ്ഞത്. കുഞ്ഞെ, ഇതല്ല ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ. സ്തോത്രം. ഇന്ന് ഈ ലോകത്തിൽ ആത്മീയതയിൽ ഇതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ. എത്രയോ ആളുകൾ സ്തോത്രം ദൈവസന്നിധിയിൽ നിന്ന് മറുപടി താമസിക്കുമ്പോൾ എനിക്ക് ദൈവത്തെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ദൈവത്തെ ഉപേക്ഷിച്ച് മറ്റു പലതിൻ്റെയും പിന്നാലെ പോകുന്ന നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് നമ്മുടെ ആത്മീയതയുടെ ഒരു ശാപമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ വല്ലാത്ത കാലഘട്ടത്തിൽ പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് നമ്മെ സമർപ്പിക്കാം. ഇന്ന് രാത്രിയിൽ നമുക്ക് നമ്മെ ഇന്ന് സന്ധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുള്ള എത്ര പേരുണ്ട്, എത്ര ദൈവമക്കൾക്ക് അതിന് താല്പര്യമുണ്ട്. പ്രിയകുഞ്ഞേ, മോശ ഇറങ്ങി വരാൻ താമസിച്ചപ്പോൾ ഇവർ പറയുക, ഞങ്ങൾക്ക് ഈ ദൈവത്തെ വേണ്ട, വേറൊരു ദൈവത്തെ ഉണ്ടാക്കി തരിക. അവർ ദൈവത്തെ മറന്നുപോയി. ഈ ജനം സാധാരണ പുള്ളികളല്ല, ഇത് നിങ്ങൾ മറക്കരുത്. മിസ്രയീമിന്റെ അടിമത്തത്തിൽ ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവരായി കൊടും ക്രൂരതകളിലൂടെ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഈ ജനത്തെ ഈ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. തീച്ചുളയിൽ നിന്ന് അവരെ വിടുവിച്ചു. അവരെ കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. വഴിയിൽ സാധാരണമല്ല, കണ്ട കാഴ്ചകൾ അത്ഭുതങ്ങളുടെ ഘോഷയാത്രകളായിരുന്നില്ലേ? മിസ്രയീമിന്റെ അടിമത്വത്തിൽ കിടന്ന ഈ ജനത്തെ ദൈവം വിടുവിച്ചത് അത്ഭുതങ്ങളിലൂടെയാ. നിങ്ങൾ അറിഞ്ഞോ? സ്തോത്രം. അവിടെ ഓരോ വെള്ളം രക്തമായി തീർന്നു, തവള, പേൻ, നായിച്ച ഇങ്ങനെ തുടങ്ങി ഒടുവിൽ കടിഞ്ഞൂൽ സംഹാരം എന്ന് പറയുന്ന 10ാമത്തെ ബാധ വരെ വന്നു നിന്ന ഈ 10 ബാധകൾ എന്താണ് ദൈവമക്കളെ? എന്താണ് മിസ്രയീമിൽ സംഭവിച്ചത്? സ്തോത്രം. ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ച വിടുതൽ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ വിടുതലല്ല. മിസ്രയീമിന്റെ അടിമത്തത്തിൽ കിടന്നിരുന്ന ഈ ജനത്തെ വിടുവിക്കുമ്പോൾ അവരെ അന്നുവരെ ബന്ദികളാക്കി അടിമപ്പെടുത്തി വച്ചിരുന്ന സകല ദുർഭൂത ദേവി ദേവന്മാരുടെയും അടിസ്ഥാനം വരെ അടിച്ചളക്കിയിട്ട ദൈവം ഈ ജനത്തെ വിടുവിച്ചെന്ന്. സ്തോത്രം. ഓരോ മാതകളും അയച്ചത് മിസ്രയീമിന്റെ ഓരോ ദേവി ദേവന്മാരുടെ ശക്തി കേന്ദ്രങ്ങളെ പിടിച്ചു കുലുക്കിയത് അവരുടെ മേലുള്ള ന്യായവിധിയായിരുന്നു ദൈവം മിസ്രയീമിൽ 10 ബാധകളിലൂടെ ചെയ്തത്. അവരുടെ കൃഷിദേവത, ജലത്തിന്റെ, മഴയുടെ, അവരുടെ റീപ്രൊഡക്ഷൻ ആകട്ടെ, അവരുടെ തലമുറകൾ സംബന്ധമായിട്ടുള്ളതാകട്ടെ, കുടുംബ സംധാരണമാകട്ടെ, ഇങ്ങനെ പലതിനും ചിലതിനും വേണ്ടിയിട്ട് മിസ്രയീമ്യർ ആരാധിച്ചു വന്ന 10 ദേവീദേവന്മാരുടെ അടിസ്ഥാനത്തെ പിടിച്ചു കുലുക്കിയാണ് ദൈവം ഇസ്രായേൽ മക്കളെ അവിടെ നിന്ന് വിടുവിച്ച് പുറത്തെടുത്തത്. ഈ അത്ഭുതങ്ങൾ മൊത്തം കണ്ട ജനമാണ് ഈ നിൽക്കുന്നത്. സാധാരണ പുള്ളികളാണോ? ഈ അത്ഭുതങ്ങൾ മൊത്തം കണ്ടവരാ. സാധാരണ അത്ഭുതമാണോ? അന്ന് വരെ മിസ്രയീമ്യർ വലിയ പുള്ളികളാന്ന് പറഞ്ഞ് മൃഗബലി, നരബലികൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ആരാധിച്ച് നിവേദിച്ച് പൂജിച്ച് കർമ്മങ്ങളും കാണ്ഡങ്ങളുമായി കൊണ്ടു നടന്നിരുന്ന ദേവീ ദേവന്മാരെ അടിച്ചൊതുക്കി. എടാ, അതൊന്നുമല്ല ദൈവം. യാഹ്വേ ഗോഡ്, ഞാനാണ് ദൈവം, അഡോണായി, ഞാനാണ് ദൈവമെന്ന് അവിടെ മുമ്പിൽ തെളിയിച്ചിട്ടാ മിസ്രയീമിൽ നിന്ന് വിളിച്ച് പുറത്തിറക്കിയത്. സാധാരണ വിടുതലാണോ കുഞ്ഞെ അവർക്ക് ലഭിച്ചത്? ഒരു സാധാരണ വിടുതലല്ല. അസാധാരണമായ ദൈവപ്രവൃത്തി നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട ജനം, ഈ അത്ഭുതങ്ങൾ കണ്ട ജനമാണ് ഇപ്പൊ പറയുന്നത് ഞങ്ങൾക്ക് ഈ ദൈവത്തെ വേണ്ടെന്ന്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. സ്തോത്രം. എത്ര കഠിനമായ ഹൃദയമാണ് അവരുടേത്. ഈ അത്ഭുതങ്ങൾ കണ്ട ജനം, ഇവര് സാധാരണക്കാരല്ല. പുറത്തുള്ള ആരെങ്കിലും ഇത് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് സഹിക്കാം. ഇതൊക്കെ കണ്ട ഈ ജനം ദൈവത്തെ തള്ളി പറഞ്ഞെങ്കിൽ, ദൈവമക്കളെ, നാം നമ്മെ ഒന്ന് സമർപ്പിക്കേണ്ട ദിവസങ്ങളാണ് ഈ ദിനങ്ങൾ.
ദൈവാത്മാവിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കാം. സ്തോത്രം. നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദിവസങ്ങളാകട്ടെ. സ്തോത്രം. അല്പം 40 ദിവസങ്ങൾ മോശയെ കാണാതെ വന്നപ്പോൾ ജനം ദൈവത്തെ തള്ളിപ്പറഞ്ഞു, ദൈവത്തെ വേണ്ടെന്ന് വെച്ചു. അവർ അവരുടെ ഇഷ്ടത്തിന് പോകുകയാണ്, അവരുടെ സൗകര്യത്തിന് പോകുകയാണ്. എന്തൊരു വല്ലാത്ത അന്തരീക്ഷമാണ്, എന്തൊരു വല്ലാത്ത അവസ്ഥയാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയ കുഞ്ഞെ, ഒരു ദൂത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഇന്ന് രാത്രിയിലും ഈ ലൈവിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളിൽ എല്ലാവരുടെയും പ്രാർത്ഥന വിഷയത്തിനൊന്നും 100ൽ 100 മറുപടി കിട്ടിയവരല്ല ഇന്ന് സന്ധ്യയിൽ എന്നെ ശ്രദ്ധിക്കുന്നത് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ പറയുന്നവരാരും കാണാൻ സാധ്യതയില്ല. ഇന്നും മറുപടി ലഭിക്കാത്ത ഏതൊക്കെയോ പ്രാർത്ഥനാ വിഷയങ്ങളുമായി, പ്രാർത്ഥനാ നൊമ്പരങ്ങളുമായിട്ടാ ഇന്ന് രാത്രിയിലും നിങ്ങൾ ചിലരും ഈ മീറ്റിങ്ങിന് കയറിയിരിക്കുന്നത്. ഈ ലൈവ് പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവാത്മാവ് ഒരു ദൂത് പറയാം. പ്രിയ കുഞ്ഞെ, ഇന്നും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നിട്ടില്ലെങ്കിൽ നീ ദുഃഖിക്കരുത്, നിരാശപ്പെടരുത്, ഹൃദയ കാഠിന്യപ്പെട്ടു പോകരുത്. ഈ ദൈവത്തെ വേണ്ടതൊന്നും പറയല്ലേ. പ്രിയ കുഞ്ഞെ, ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കാഞ്ഞിട്ടല്ല, നിന്റെ കണ്ണുനീര് കാണാഞ്ഞിട്ടല്ല, നിന്റെ വേദനയും നൊമ്പരവും പ്രശ്നങ്ങളും ഒന്നും അറിയാഞ്ഞിട്ടല്ല നിനക്കിന്നും മറുപടി ലഭിക്കാത്തത്. അല്പം കർത്താവ് താമസിക്കുന്നു എന്നൊരു തോന്നൽ ഹൃദയത്തിനകത്ത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം അവരോടൊരു ദൂത് പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ചിലത് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ദൈവം ഒന്നും അറിയാതല്ല ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ. ഇത് ദൈവം നിന്നെ മറന്നത് കൊണ്ടല്ല, ഇത് ദൈവം നിന്നെ തള്ളിക്കളഞ്ഞത് കൊണ്ടല്ല, ഇത് ദൈവം നിന്നെ ഉപേക്ഷിച്ചത് കൊണ്ടല്ല. ദൈവത്തിന് ചിലത് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. സമർപ്പിക്കുന്ന എത്ര പേരുണ്ട്? ഹൃദയത്തിനകത്ത് എന്തോ ഒരു ഭാരമല്ലേ, എൻ്റെ അപ്പച്ച എന്താ എനിക്ക് ഇന്നും തരാത്തേ? ഇത്രയും നാൾ ഞാൻ പ്രാർത്ഥിച്ചില്ലേ, മാസങ്ങൾ വർഷങ്ങളായി ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇന്നും മറുപടി കിട്ടാത്ത ഈ വിഷയം എന്താ എന്നെ ഇങ്ങനെ തളർത്തുന്നേ എന്ന് ചോദിക്കുന്ന ചിലര് ദൈവാത്മാവിൽ ഞാൻ കാണുകയാണ്. അങ്ങനെയുള്ള ചിലരോട് ദൈവാത്മാവിൽ ഞാൻ ദൂത് പറയാം. പ്രിയ കുഞ്ഞേ, അല്പം താമസിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിനകത്ത് ദൈവത്തിന് എന്തോ പ്രവർത്തിക്കാനുണ്ട്, ദൈവത്തിന് എന്തോ ചെയ്യാനുണ്ട്. എത്ര ദൈവമക്കൾ സമർപ്പിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഈ ലൈവിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ചിലത് മറുപടി കിട്ടാൻ താമസിച്ചപ്പോൾ നൊമ്പരപ്പെടുന്ന ചിലരെ ദൈവമാവ് ഇന്ന് രാത്രിയിൽ വിരൽ ചൂണ്ടി ദൂത് പറയുന്നു. പ്രിയ കുഞ്ഞ്, നിനക്ക് വേണ്ടി ദൈവത്തിന് ചില പദ്ധതികളുണ്ട്, ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. സമർപ്പിക്കാൻ മനസ്സുള്ള എത്ര പേരുണ്ട്? ഏൽപ്പിച്ച് കൊടുക്കാൻ മനസ്സുള്ള എത്ര പേരുണ്ട്? ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിൽ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കർത്താവ് ചില വിഷയങ്ങൾക്ക് മറുപടി തരാൻ താമസിക്കുന്നു? എന്തുകൊണ്ട് ദൈവം അല്പം താമസം എടുക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തരാനാണ് ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നത്. എന്തുകൊണ്ട് കർത്താവ് അല്പം താമസിക്കുന്നു? നിന്റെ ചോദ്യത്തിന്, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ താമസിക്കുന്നു. ചിലരങ്ങനെ ചോദിച്ചു തുടങ്ങി. സ്തോത്രം. ദൈവത്തിന് അത്ഭുതമുണ്ട്, ദൈവത്തിന് വിടുതൽ പ്രവർത്തിക്കാൻ കഴിയും, ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ള ദൂത് കേട്ടിട്ടും ഹൃദയത്തിനകത്ത് എവിടൊക്കെയോ ഒരു സംശയവിധിയോടെ എന്നാ പിന്നെ എന്താ കർത്താവ് എന്തുകൊണ്ടാ പ്രവർത്തിക്കാത്ത എന്ന് ചോദിക്കുന്ന ചിലരോട് കർത്താവ് പേര് ചൊല്ലി ദൂത് പറയുന്നു. പ്രിയ കുഞ്ഞെ, വചനത്തിലൂടെ ഞാൻ നിങ്ങളെ വെളിപ്പെടുത്താം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാം. അവിടെ എന്തുകൊണ്ടാണ് കർത്താവ് താമസിച്ചത് എന്നുള്ളതിന് ചില ഉത്തരങ്ങൾ കിടപ്പുണ്ട്. ഞാനത് പറയാൻ ആഗ്രഹിക്കുകയാണ്. നോക്കാം. അവിടെ ഇങ്ങനെയാണ്. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. സ്തോത്രം. ഇവിടെ ഈ കല്യാണ ഭവനത്തിൻ്റെ അവസ്ഥ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. സ്തോത്രം. ഇത് സത്യത്തിൽ നമ്മുടെയൊക്കെ കേരളത്തിലെ ഒരു കല്യാണ ഭവനത്തിൽ ഒരു പന്തി ആളുകൾ ആഹാരം കഴിച്ച് എഴുന്നേറ്റതിന് ശേഷം അടുത്ത പന്തിക്ക് ആളിരുന്നപ്പോൾ ചോറ് തീർന്നു പോയാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? എന്തായിരിക്കും ആ വീടിൻ്റെ അവസ്ഥ? ആ അവസ്ഥയ്ക്ക് തത്തുല്യമായ ഒരു അന്തരീക്ഷത്തിലാണ് കാനാവിലെ കല്യാണ ഭവനത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി. തൊട്ടടുത്ത ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ സമൂഹത്തിൽ ഈ കുടുംബം അവഹേളിക്കപ്പെടാൻ വേണ്ടി പോകുകയാണ്. ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ സമൂഹത്തിൽ ഈ കുടുംബം ലജ്ജിക്കപ്പെടാൻ വേണ്ടി പോകുകയാണ്. സ്തോത്രം. കുടുംബക്കാരെ, ചാർച്ചക്കാരുടെ മുൻപിൽ ലജ്ജിക്കപ്പെടാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. ഈ അന്തരീക്ഷത്തിൽ
നിൽക്കുന്ന ഈ കുടുംബത്തിൽ അവിടെ യേശുവുണ്ട്, യേശുവിൻ്റെ അമ്മയുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മളെല്ലാവരും ഒരേ സ്വരത്തിൽ പറയും, യേശു എന്തോ ചെയ്യാൻ വേണ്ടി പോകുകയാണ്, യേശു എന്തോ അത്ഭുതം ചെയ്യാൻ വേണ്ടി പോകുകയാണ്. നമ്മളെല്ലാവരും ഒരേ സ്വരത്തിൽ പറയും. അതിന് യാതൊരു സംശയമില്ല. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തും സംഭവിക്കാം, എൻ്റെ യേശു ഒരു അത്ഭുതം ചെയ്യും നമ്മൾ കരുതും. യേശുവിൻ്റെ അടുക്കൽ യേശുവിൻ്റെ അമ്മയായ മറിയ വന്ന് വിവരം അറിയിക്കുമ്പോൾ യേശു പറഞ്ഞ മറുപടി എന്താണ്? സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ട് കർത്താവ് ഇപ്പോൾ പ്രവർത്തിക്കും. നമ്മുടെ ഒരു ടൈമിംഗ് ഒക്കെ വെച്ചേക്കുക, കർത്താവ് ഇപ്പോൾ ചെയ്യും, ഇപ്പോൾ പ്രവർത്തിക്കും എന്ന് കരുതുന്ന ചിലരോട് ദൈവാത്മാവ് ഇന്ന് ഈ രാത്രി ദൂത് പറയുന്നു, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സമയം, ദൈവത്തിൻ്റെ നാഴിക എന്ന ഒരു വലിയ ആത്മിക മർമ്മം നാം മനസ്സിലാക്കാതെ പോകരുത്. പ്രിയ കുഞ്ഞെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ദൈവം മറുപടി തരിക തന്നെ ചെയ്യും, അത് സത്യമാണ്. പക്ഷേ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന് ഒരു സമയമുണ്ട്, ദൈവത്തിനൊരു നാഴികയുണ്ട്. സ്തോത്രം. എത്ര പേർ അത് തിരിച്ചറിയുന്നവരുണ്ട്? ദൈവപ്രവർത്തിക്ക് ഒരു സമയമുണ്ട്. കുഞ്ഞെ, നമ്മുടെ ദൈവം അങ്ങനെയും ഇങ്ങനെയും ഒന്നും പ്രവർത്തിക്കുന്ന ദൈവമല്ല. നമ്മുടെ ദൈവത്തിനൊരു സമയമുണ്ട്. ആ നാഴികയിൽ പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അത് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന സമയമാകണമെന്നില്ല, നമ്മൾ കരുതുന്ന സമയത്ത് തന്നെ ദൈവം പ്രവർത്തിക്കണമെന്നില്ല. എത്ര പേര് ആമേൻ പറയും? സ്തോത്രം. എത്ര പേർ അതിന് സ്തോത്രം പറയുന്നവരുണ്ട്? എത്ര പേർ അതിന് ഹല്ലേലൂയ എൻ്റെ ഒപ്പം ചേർന്ന് പറയുന്നവരുണ്ട്? ദൈവം തൻ്റെ സമയത്ത് പ്രവർത്തിക്കുന്നവനാണ്. ദൈവപ്രവർത്തിക്ക് ഒരു സമയ ക്രമീകരണമുണ്ട്. അത് തിരിച്ചറിഞ്ഞ എത്ര പേരുണ്ട്? സഭാപ്രസംഗി പറഞ്ഞതുപോലെ വിതയ്ക്കാനും കൊയ്യാനും സ്നേഹിക്കാനും ചുംബിക്കാനും എല്ലാറ്റിനും ഒരു സമയമുള്ളതുപോലെ ദൈവപ്രവർത്തിക്ക് ഒരു സമയമുണ്ട്. പലപ്പോഴും നമ്മൾ ഈ മർമ്മം അറിയാതെ ദൈവസനെ നിലവിളിക്കുന്ന, കർത്താവേ എന്തുകൊണ്ടാ താമസിക്കുന്നേ, എന്തുകൊണ്ടാ തരാത്തേ, കിട്ടാത്തേ, എന്തുകൊണ്ട് എന്ന് നമ്മൾ 100 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇന്ന് ദൈവമക്കൾ തിരിച്ചറി, ദൈവത്തിനൊരു സമയമുണ്ട്, ദൈവത്തിനൊരു നാഴികയുണ്ട്. ആ നാഴികയിൽ മാത്രമേ ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുകയുള്ളൂ. ഈ മർമ്മം തിരിച്ചറിയുന്നവർ എൻ്റെ ഒപ്പം ചേർന്ന് എത്ര പേർ ആമേൻ പറയും? എൻ്റെ ഒപ്പം ചേർന്ന് എത്ര പേർ സ്തോത്രം പറയും? കുഞ്ഞെ, ദൈവത്തിന്റെ സമയം തിരിച്ചറിയുക, ദൈവത്തിനൊരു നാഴിക ഉണ്ടെന്ന് തിരിച്ചറിയുക. പ്രാർത്ഥിക്കാൻ മുട്ടുമുടക്കുമ്പോൾ ഈ മർമ്മം തലയ്ക്കകത്ത് കേട്ടിയിട്ട് പ്രാർത്ഥനയ്ക്കിരിക്കുക. ദൈവത്തിന്റെ സമയം, ദൈവത്തിന്റെ നാഴിക, ആ നാഴികയിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. യേശുവിന്റെ മറുപടി ഇന്ന് സന്ധ്യയിലും എന്നെ ശ്രദ്ധിക്കുന്ന ചിലരോട് ദൈവാത്മാവ് ഇതേ ദൂത് കൈമാറുകയാണ്. എൻ്റെ നാഴിക വന്നിട്ടില്ല, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. കുഞ്ഞെ, നിന്റെ തലമുറയുടെ വിഷയത്തിൽ, നിന്റെ ഭവനത്തിന്റെ വിഷയത്തിൽ, നിന്റെ സാമ്പത്തിക വിഷയത്തിൽ, നിന്റെ വ്യക്തിപരമായ ശുശ്രൂഷയുടെ വിഷയത്തിൽ എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ലെന്ന് ദൈവാത്മാവ് ദൂത് പറയുമ്പോൾ എത്ര പേർ ആ ഇരിക്കുന്ന ഇടത്ത് ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? എത്ര പേർ ഈ ദൂതിനെ ഏറ്റെടുക്കാൻ കഴിയുന്നവരുണ്ട്? യെസ്, ദൈവത്തിനൊരു നാഴികയുണ്ട്, ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയത്താണ് ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. ഗ്ലോറി ടു ജീസസ്. യെസ്, ഹല്ലേലൂയ. എനിക്ക് ഉറപ്പുണ്ട് ഈ ലൈവ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ചിലരോട് ദൈവം വ്യക്തമായി ഇത് കൈമാറുകയാണ്. നാഴിക വന്നിട്ടില്ല, നാഴിക ഇതുവരെ ആയിട്ടില്ല എന്ന ദൈവത്തിന്റെ ശക്തമായ ദൂത് ദൈവം ചിലരോട് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, അപ്പോൾ യേശു പറയുന്നത് എൻ്റെ നാഴിക വന്നിട്ടില്ല. സമയം വളരെ പരിമിതമായതുകൊണ്ട് ഞാൻ വേഗത്തിൽ ചിന്തകൾ ഇങ്ങനെ കടന്നു പോകാൻ, ചില കാര്യങ്ങൾ പറഞ്ഞു തീർക്കേണ്ടതായിട്ട് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ പോകുന്നത്. ഞാൻ അല്പം വെള്ളം കുടിക്കാൻ എൻ്റെ ഇടയിൽ. സ്തോത്രം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് എല്ലാറ്റിനും ഒരു സമയ
ക്രമീകരണമുണ്ട്. ആ നാഴികയിൽ തന്നെ പ്രവർത്തിക്കുന്നവനാണ് നമ്മൾ സേവിക്കുന്ന ദൈവം എന്ന സത്യം നമ്മൾ മറന്നു പോകരുത്. ഗ്ലോറി ടു ജീസസ്. ഈ മർമ്മം മനസ്സിലാക്കിയിരിക്കട്ടെ. യേശുവിൻ്റെ അമ്മ യേശുവിനോട് ഈ കാര്യം പറഞ്ഞതിന് ശേഷം, ഈ വിഷയം അവതരിപ്പിച്ചതിന് ശേഷം തിരികെ ഇറങ്ങി വരുമ്പോൾ യേശുവിൻ്റെ അമ്മ അവിടെയുള്ള ജോലിക്കാരോട്, ബാല്യക്കാരോട് പറയുന്നൊരു പദം എങ്ങനെയാ? അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ നാഴിക ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ സമയമുണ്ട് എന്ന സത്യം എന്ന മർമ്മം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ദൈവവേദനായ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒന്ന്, ദൈവത്തിൻ്റെ സമയം ദൈവം കൽപ്പിക്കുന്നത് ചെയ്യാൻ തയ്യാറാണ്. രണ്ട്, ദൈവത്തിൻ്റെ നാഴികയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാണ്. രണ്ട് കാര്യങ്ങൾ മറക്കരുത്. ഒന്ന്, ദൈവത്തിൻ്റെ സമയം, സ്തോത്രം, ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുക. രണ്ട്, അവൻ കൽപ്പിക്കുന്നത് ചെയ്യാൻ തയ്യാറാകണം. എത്ര ദൈവമക്കൾ കഴിയും അത്? ഒരു നാഴിക ഉണ്ട് എന്ന് ദൈവം ദൂത് പറയുമ്പോൾ, ദൈവം എന്താണോ കൽപ്പിക്കുന്നത് അത് ചെയ്യാൻ മനസ്സുള്ള എത്ര പേരുണ്ട്? ദൈവം പറയുന്നത് ചെയ്യാൻ താല്പര്യമുള്ള എത്ര ദൈവമക്കൾ ഇന്ന് ഈ സന്ധിയിൽ എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ട്? ദൈവാത്മാവ് നിങ്ങളോട് ചില കാര്യങ്ങൾ കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, ഈ സന്ധിയിൽ, ഈ രാത്രിയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിനകത്ത് ദൈവം കൽപ്പിച്ചതെന്ത് അത് ചെയ്യാൻ മനസ്സുള്ള എത്ര പേരുണ്ട്? ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാൻ മനസ്സുള്ള എത്ര പേരുണ്ട്? നിങ്ങളുടെ വീട്ടിലാണ് ദൈവം ചില മേത്തരമായ, ചില രുചികരമായ നന്മ കൊണ്ട് നിറയ്ക്കാൻ വേണ്ടി പോകുന്നത്. ചില രുചികരമായ നന്മ, ചില മേത്തരമായ നന്മ നിങ്ങൾക്ക് വേണോ? ദൈവം കൽപ്പിക്കുന്നത് ചെയ്യുക. ദൈവം എന്ത് കൽപ്പിക്കുന്നോ അത് ചെയ്യുക. ദൈവം എന്ത് പറയുന്നോ അത് ചെയ്യുക. ദൈവത്തിന്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കുക. സ്തോത്രം. എന്തുകൊണ്ട് ദൈവം താമസിക്കുന്നു എന്ന ചോദ്യത്തിന് ഒരു മറുപടി ഈ ഭാഗത്തുണ്ട്. 2-ാം അധ്യായത്തിന്റെ 11-ാമത് വാക്യം. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനായിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. തന്റെ മഹത്വം വെളിപ്പെടുത്തി. പ്രിയ ദൈവമക്കളേ, എന്തുകൊണ്ട് ദൈവം താമസിക്കുന്നു എന്ന് നിങ്ങൾ ചോദിച്ചാൽ അതിൻ്റെ ഒരു ഉത്തരം ഞാൻ പറയാം. ദൈവത്തിന് മഹത്വകരമായത് എന്തോ ചെയ്യാനുണ്ട്. ദൈവത്തിന് തന്റെ മഹത്വം വെളിപ്പെടുത്താനുണ്ട്. ചില താമസിക്കുന്ന വിഷയത്തിനകത്ത് മറുപടി കിട്ടാൻ താമസിക്കുന്ന ചില വിഷയത്തിനകത്ത് ദൈവമാവ് ദൂത് പറയുന്നു, തന്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടി പോകുകയാണ്. ദൈവം തന്റെ മഹത്വം ആ വിഷയത്തിലൂടെ വെളിപ്പെടുത്താൻ വേണ്ടി പോകുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വിഷയമുണ്ടായിരിക്കാം, എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല, താമസിക്കുന്നു, എന്തുകൊണ്ട് താമസിക്കുന്നു, എന്തുകൊണ്ട് എനിക്ക് ലഭിക്കുന്നില്ല എന്ന് കരുതുന്ന ചിലരോട് ദൈവമാവ് പറയുന്നു, പ്രിയ കുഞ്ഞേ, ഇത് താമസിച്ച് നിന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നിന്നെ തകർക്കാൻ വേണ്ടിയിട്ടല്ല, പിന്നെ മറിച്ച് ദൈവത്തിന് തന്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാ. താമസിക്കുന്ന ചില വിഷയങ്ങളിൽ, ഭാവിയുടെ വിഷയം, തലമുറയുടെ വിഷയം, കടഭാരം, ചിലപ്പോൾ കുടുംബത്തിന്റെ വിഷയം, ആമേൻ, ചില ജോലിയുടെ വിഷയം, പ്രാർത്ഥിക്കുന്നത് മറുപടി കിട്ടാൻ താമസിക്കുമ്പോൾ ദൈവാത്മാവ് ദൂത് പറയുന്നു, കുഞ്ഞേ, ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. ആ താമസിക്കുന്ന വിഷയത്തിനകത്ത് ഒരു സാധാരണ മറുപടിയല്ല, മഹത്വകരമായതെന്തോ ദൈവം ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ഡയറിക്കകത്ത് കുറിക്കാൻ കഴിയുമോ? ദൈവം ചിലത് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ഒന്ന്, തന്റെ മഹത്വം വെളിപ്പെടുത്താൻ. ഇതേ പുസ്തകത്തിൽ, യോഹന്നാന്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ മറ്റൊരു ഭാവന ഞാൻ പരിചയപ്പെടുത്താം. സ്തോത്രം. ബഥാനിയിലെ ലാസറിന്റെയും മാർത്തയുടെയും മറിയയുടെയും ഭവനം. ആ ഭവനത്തിന്റെ പ്രത്യേകത എന്താ? അവിടെ ലാസർ ദീനമായി കിടക്കുമ്പോൾ ഇതാ യേശുവിന്റെ അടുക്കിലേക്ക് ദൂതന്മാരെ അയച്ചറിയിക്കുകയാണ്, നിന്റെ സഹോദരൻ ദീനമായി കിടക്കുന്നു. യേശു ഒത്തിരി സ്നേഹിച്ച ഭവനമാണ് മാർത്തയുടെയും മറിയുടെയും ഭവനം. ആ ഭവനത്തിൽ യേശു ബൈബിൾ ക്ലാസ് നടത്തിയിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, വിശ്രമിച്ചിട്ടുണ്ട്. ഇതെല്ലാം ആ ഭവനത്തിൽ വെച്ചാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഭവനത്തിൽ ഒരുവൻ ദീനമായി കിടക്കുന്നു എന്നറിഞ്ഞിട്ട് അവിടേക്ക് യേശു അന്ന് തന്നെ വന്നോ? ഇല്ല, യേശു അന്ന് വന്നില്ല. 1-ാം ദിവസം വന്നില്ല, 2-ാം ദിവസം വന്നില്ല, 3-ാം ദിവസവും വന്നില്ല, 4-ാം ദിവസം. വിശുദ്ധ ബൈബിളിൽ മരിച്ചിട്ട് നാറ്റം വെച്ച് തുടങ്ങിയ 4-ാമത്തെ ദിവസമാണ് യേശു ആ ഭവനത്തിലോട്ട് കയറി വരുന്നത്. സ്തോത്രം. എന്താണ് സംഭവിച്ചത്? 4-ാം ദിവസം അവിടെ കയറി വരുന്ന യേശു
എന്തുകൊണ്ട് താമസിച്ചു? നമ്മളാണെങ്കിൽ യേശുവിനെ സ്വീകരിക്കുവോ? നമ്മളാണെങ്കിൽ യേശുവിനെ അക്സെപ്റ്റ് ചെയ്യുവോ? ദീനമായി കിടന്നിട്ട് മരിച്ചിട്ട് 4-ാം ദിവസമാണ് യേശു വരുന്നത്. എന്തുകൊണ്ടാ പ്രിയമുള്ള ദൈവമക്കളെ താമസിക്കുന്നേ? എന്തുകൊണ്ടാ പ്രിയമുള്ള ദൈവമക്കളെ ഇത്ര ലേറ്റ് ആവുന്നേ? സ്തോത്രം. ഉത്തരം ഞാൻ പറയാം. 1-ാം ദിവസം ആ വീട്ടിൽ യേശു വന്നിരുന്നെങ്കിൽ അവിടെ എന്ത് നടക്കും? ഒരു രോഗസൗഖ്യം മാത്രമേ നടക്കൂ. കാരണം എന്താ പ്രത്യേകത? 1-ാം ദിവസം ആ വീട്ടിൽ ലാസർ ദീനമായി കിടക്കുകയാണ്. അവിടെ ഒരു രോഗസൗഖ്യത്തിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. പക്ഷെ 4-ാം ദിവസം എന്താ? മരിച്ച് നാറ്റം വെച്ച ദിവസമാണ്. എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നേ? മരിച്ച ലാസർ പുനരുത്ഥാനം പ്രാപിച്ച് കല്ലറക്കകത്തുനിന്ന് ഇറങ്ങി വരാൻ വേണ്ടി പോവുകയാണ്. ഗ്ലോറി ടു ജീസസ്. പ്രിയമുള്ള ദൈവമക്കളെ, 4-ാം ദിവസം നടക്കാൻ പോകുന്നത് ഒരു സാധാരണ രോഗസൗഖ്യമല്ല, ഒരു അത്ഭുതം നടക്കാൻ വേണ്ടി പോകുകയാ. അന്നുവരെ ദേശം കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതം ആ വീട്ടിൽ നടക്കാൻ വേണ്ടി പോകുകയാ. സ്തോത്രം. എന്തുകൊണ്ടാ പ്രിയമുള്ളവരെ യേശു താമസിച്ചത്? യേശുവിന് ആ വീട്ടിലൊരു അത്ഭുതം ചെയ്യണം. ആ വീട്ടിലൊരു അത്ഭുതം ചെയ്യണം. ഒന്നുകൂടെ ആവർത്തിക്കാം. എന്തുകൊണ്ട് യേശു താമസിച്ചു? യേശുവിന് ആ വീട്ടിൽ ഒരു അത്ഭുതം ചെയ്യണം. യെസ് പ്രിയ കുഞ്ഞെ, ഈ ദൂത് ഞാൻ നിങ്ങളോട് ചിലരോട് പറയുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ ലൈവിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന ചില ദൈവമക്കളോട് ദൈവാത്മാവ് ഇതേ ദൂത് കൈമാറുകയാണ്. പ്രിയ കുഞ്ഞെ, നിന്റെ പ്രാർത്ഥന വിഷയത്തിൽ ദൈവം താമസിക്കുമ്പോൾ, മറുപടി തരാൻ താമസിക്കുമ്പോൾ നിരാശയുണ്ട്, ഭാരമുണ്ട്. എങ്കിലും ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ പറയുന്നു, പ്രിയ കുഞ്ഞെ, ദൈവത്തിനൊരു അത്ഭുതം ചെയ്യാനുണ്ട്. സ്തോത്രം. എന്തോ അത്ഭുതം ആ വിഷയത്തിൽ നടക്കാൻ വേണ്ടി പോകുകയാണ്. സ്തോത്രം. ഒരു സാധാരണ മറുപടി അല്ല അതിനകത്ത് സംഭവിക്കാൻ പോകുന്നത്. ആ താമസിക്കുന്ന വിഷയത്തിൽ എന്തോ എനിക്കറിയത്തില്ല, പക്ഷേ ദൈവമോചനോട് പറയുന്നു, ആ താമസിക്കുന്ന വിഷയത്തിൽ ഒരു സാധാരണ മറുപടിയല്ല, അസാധാരണമായ എന്തോ ഒരു മറുപടി ദൈവം തരാൻ വേണ്ടി പോകുകയാണ്. അതുകൊണ്ടാണ് ദൈവം താമസിക്കുന്നത്. ഹൃദയത്തിനകത്തൊരു ഭാരം ഉണ്ടായിരുന്നല്ലേ? ഒരു വല്ലാത്ത വേദന ഉണ്ടായിരുന്നല്ലേ? ഒരു വല്ലാത്ത തകർന്ന ഹൃദയത്തോടല്ലേ വന്നത്? എന്നാൽ ഇന്ന് ഈ രാത്രിയിൽ ബലപ്പെട്ടോ? ഇന്ന് രാത്രിയിൽ എല്ലാവരും ബലപ്പെട്, ഹൃദയത്തിൽ ധൈര്യം പ്രാപിക്ക്. പ്രിയ കുഞ്ഞെ, ചില താമസിക്കുന്ന വിഷയങ്ങളിൽ ദൈവം നിന്നെ നശിപ്പിച്ച് കളയുകയല്ല, നിന്റെ കണ്ണുനീര് കാണാഞ്ഞിട്ടല്ല, നിന്റെ വേദന അറിയാഞ്ഞിട്ടല്ല. പിന്നെ ദൈവത്തിന് എന്തോ അത്ഭുതം, ഒരു സാധാരണ മറുപടിയല്ല, അസാധാരണമായതെന്തോ ദൈവം ചെയ്യാൻ വേണ്ടി പോകുകയാണ്. എത്ര പേർ ആമേൻ പറയുന്നവരുണ്ട്? എത്ര പേർ ഇന്ന് രാത്രിയിൽ സ്തോത്രം പറഞ്ഞ് സ്വീകരിക്കുന്നവരുണ്ട്? യെസ്, ചിലർ ഇന്ന് രാത്രിയിൽ തന്നെ ആ മറുപടികൾ പ്രാപിക്കാൻ വേണ്ടി പോകുകയാണ്. ചില കുടുംബത്തിനകത്ത് അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ, ഇതുവരെ താമസിച്ച ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ സംഭവിക്കാൻ വേണ്ടി പോകുകയാണ്. പ്രിയ കുഞ്ഞെ, നിന്റെ പ്രാർത്ഥനകൾ മാസങ്ങൾ, വർഷങ്ങൾ നീണ്ടു പോകുമ്പോൾ മറുപടി ഇനിയില്ല എന്ന് ശത്രു നിന്റെ ഹൃദയത്തിൽ മന്ത്രിക്കുന്നുണ്ടായിരിക്കാം. നീ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ ഹൃദയത്തിനകത്ത് വല്ലാത്തൊരു നൊമ്പരം. ഇതുവരെ നീ പ്രാർത്ഥിച്ചിട്ട് മറുപടി, സ്തോത്രം സ്തോത്രം സ്തോത്രം, ഇതുവരെ നീ നൊമ്പരപ്പെട്ടിട്ട് നിനക്ക് മറുപടി കിട്ടിയില്ല. നീ ഇതുവരെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് മറുപടി കിട്ടിയില്ല. ഇനി നീ എന്തിനാ പ്രാർത്ഥിക്കുന്നേ? യെസ്, ചിലരുടെ ഹൃദയത്തിനകത്ത് ശത്രു ഇതുപോലത്തെ ചില ചിന്തകൾ കൊണ്ടുവരുമ്പോൾ നിന്റെ പ്രാർത്ഥന മടുപ്പിച്ച്, നിന്റെ ആരാധന മടുപ്പിച്ച്, നിന്റെ സ്തുതി സ്തോത്രങ്ങൾ മടുപ്പിച്ച്, നിന്നെ ഒതുക്കി ആത്മീയതയിൽ കെട്ടി ആത്മീക ഉറക്കത്തിലേക്കും ആത്മീക മയക്കത്തിലേക്കും നിന്നെ കൊണ്ടുപോകാൻ ശത്രു ശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവദൂത് പറയുന്നു, ഇല്ല കുഞ്ഞെ, നിന്റെ പ്രാർത്ഥനാ മറുപടികൾ താമസിക്കുമ്പോൾ അതിനകത്ത് അത്ഭുതകരമായ ചിലത്, യെസ്, നീ ചിന്തിക്കുന്നത് നനയ്ക്കുന്നതിലും അത്യന്തം പരമായ ചിലത് തരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അവൻ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം പറഞ്ഞു, ദൈവത്തിന് ഗ്ലോറി പറഞ്ഞ് സ്വീകരിച്ചു. യെസ്, ഇന്ന് രാത്രിയിൽ ചിലരും കൂടെ ഈ ദൂതുകൾ കേൾക്കട്ടെ. ചിലരുടെ ഹൃദയത്തിനകത്ത് ഈ ദൂതുകൾ ശക്തമായി ഇറങ്ങി ചെല്ലട്ടെ. യെസ്, ഒരു സാധാരണ മറുപടി അല്ല, താമസിക്കുന്ന ചില വിഷയങ്ങളിൽ അസാധാരണമായ ചിലത്
ദൈവം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. ചില ദൈവമക്കളോട് ദൈവം ശക്തമായി ഈ ദൂതൻ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഒരു സാധാരണ മറുപടി അല്ല കുഞ്ഞേ. നീ ഇതുവരെ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് മറുപടി കിട്ടാൻ താമസിക്കുന്ന ചില വിഷയങ്ങളിൽ ഒരു സാധാരണ മറുപടിയല്ല, ആ സാധാരണമായതെന്തോ ദൈവം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. യെസ്, ഹല്ലേലൂയ. അതങ്ങനെ സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. ഗ്ലോറി ടു ജീസസ്. യേശു നടന്ന് കയറി വരുമ്പോൾ മാർത്തയും മറിയും ഒരേ സ്വരത്തിൽ പറയുന്നു, യേശുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. യേശുവിന്റെ മറുപടി, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശു കയറി വരുമ്പോൾ സഹോദരിമാരുടെ ചോദ്യം, യേശുവേ, നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. യേശുവിന്റെ മറുപടി, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യെസ്, എന്റെ ചോദ്യം ഇതാണ്, യേശു പറഞ്ഞ ഇതേ ദൂത് എന്തുകൊണ്ട് യേശു താമസിക്കുന്നു എന്ന ചോദ്യത്തിന് മറുപടി, ഇതേ ദൂത് യേശു ഒന്നാം ദിവസം ആ വീട്ടിൽ പറഞ്ഞാൽ അതിന് പ്രസക്തി ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ ചിന്തിക്ക്. യേശു പുനരുത്ഥാനത്തിന്റെ ദൂത് ഒന്നാം ദിവസം ആ വീട്ടിൽ പറഞ്ഞാൽ അതിന് പ്രസക്തി ഉണ്ടോ ഇല്ലയോ? ഇല്ല. ഒന്നാം ദിവസം പുനരുത്ഥാനത്തിന്റെ ദൂതിന് ആ വീട്ടിൽ പ്രസക്തിയില്ല. കാരണം ആ വീട് രോഗിയുടെ ഭവനമാണ്, അതൊരു രോഗഭവനമാണ്. എന്നാൽ നാലാം ദിവസം മരിച്ച ലാസർ ജീവൻ പ്രാപിച്ച് കല്ലറയ്ക്കകത്തുനിന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ പോകുമ്പോൾ ഈ ദൂതിന് അവിടെ പ്രസക്തി ഉണ്ട്. കല്ലറയ്ക്കകത്ത് മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച ലാസർ പുറത്തോട്ടിറങ്ങാൻ പോകുമ്പോൾ യേശു ഞാൻ തന്നെയാണ് കുഞ്ഞെ പുനരുത്ഥാനമെന്ന് അവിടെ പറഞ്ഞാൽ അതിന് പ്രസക്തിയുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ദൈവമക്കളെ അവൻ യേശു താമസിച്ചു എന്ന് ചോദിച്ചാൽ ഈ ദൂത് അവിടെ വെളിപ്പെടുത്താനാ. ബഥാനിയിൽ ബഥാനിയിൽ മാത്രമല്ല, ലോകം മുഴുവനും യേശുവാണ് പുനരുത്ഥാനം എന്ന സത്യം വെളിപ്പെടുത്താനാ യേശു താമസിച്ചത്. എത്ര പേർ എന്റെ ഒപ്പം ചേർന്ന് ആമേൻ പറയും? യെസ്, പുനരുത്ഥാനം യേശുവാണെന്ന സത്യം ബഥാനിയിൽ മാത്രമല്ല, ലോകം മുഴുവനും വെളിപ്പെടുത്താനാ എന്റെ യേശു താമസിച്ചത്. യെസ്, ഇന്ന് രാത്രിയിൽ ഒരു ദൂത് ഞാൻ കൈമാറാം. പ്രിയ കുഞ്ഞെ, നിന്റെ പല പ്രാർത്ഥനാ വിഷയങ്ങളിലും ഇന്നും മറുപടി കിട്ടാൻ താമസിക്കുമ്പോൾ നിനക്ക് എവിടൊക്കെയോ ഒരു നിരാശയുണ്ട്. യെസ്, നിനക്ക് എവിടൊക്കെയോ ഒരു വേദനയുണ്ട്, എവിടൊക്കെയോ ഒരു നൊമ്പരമുണ്ട്. എന്തുകൊണ്ട് എനിക്ക് മറുപടി കിട്ടുന്നില്ല എന്ന ചോദ്യമുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം പ്രിയ കുഞ്ഞെ, നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന്റെ മറുപടി താമസിക്കുമ്പോൾ ചില ദൈവിക വെളിപ്പാടുകൾ, ചില വിശുദ്ധ സനാതന മർമ്മങ്ങൾ നിന്റെ പ്രാർത്ഥനാ വിഷയത്തിലൂടെ വെളിപ്പെടുത്തി നൽകാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എത്ര പേര് ആമേൻ പറയും? ഇന്ന് വരെ നിനക്ക് വെളിപ്പെടാത്ത ചില ദൈവിക വെളിപ്പാടുകൾ, ചില ദൈവിക മർമ്മങ്ങൾ നിന്റെ പ്രാർത്ഥന വിഷയത്തിലൂടെ നിനക്ക് വെളിപ്പെടുത്തി നൽകാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. യെസ്, അതുകൊണ്ടാ കുഞ്ഞെ ചിലപ്പോൾ നിനക്ക് മറുപടി കിട്ടാൻ താമസിക്കുന്നത്. നിന്റെ വലത്തിരുന്ന് പ്രാർത്ഥിച്ച അമ്മാമ്മ പ്രാർത്ഥനയുടെ മറുപടി കൊണ്ട് പോയത് നീ കണ്ണുകൊണ്ട് കണ്ടതാണ്. നിന്റെ മുന്നിലും പിന്നിലും ഇരുന്ന് പ്രാർത്ഥിച്ച ദൈവ മക്കൾ മറുപടി കൊണ്ട് പോയത് നീ കണ്ടതാണ്. നിന്റെ കണ്ണുകൊണ്ട് നീ കണ്ടതാണ്. അവരൊക്കെ മറുപടി കൊണ്ട് പോയത് നീ കണ്ടതാണ്. എന്നൊരു കാര്യം ഞാൻ പറയാ, എന്നിട്ട് ഇന്നും എനിക്ക് മറുപടി ആയില്ലല്ലോ എന്ന് പറയുന്ന ദൈവ പൈതലേ, ഒരു കാര്യം നീ തിരിച്ചറിയും. അവർക്കാർക്കും കിട്ടാത്ത ഏതോ വെളിപ്പാടുകൾ, അവർക്കാർക്കും വെളിപ്പെടാത്ത ചില ദൈവിക മർമ്മങ്ങൾ നിന്റെ പ്രാർത്ഥന വിഷയത്തിലൂടെ നിനക്ക് വെളിപ്പെടുത്തി നൽകാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. എന്റെ ദൈവമക്കളെ, ഇന്ന് രാത്രി തിരിച്ചറി, ചില പുതിയ വെളിപ്പാടുകൾ നിന്റെ പ്രാർത്ഥന വിഷയത്തിലൂടെ നൽകാൻ. സ്തോത്രം. നിന്റെ മറുപടികൾ ചിലത് താമസിക്കുമ്പോൾ ദൈവം എന്തുകൊണ്ട് തരാതെ പിടിച്ചു വയ്ക്കുന്നു എന്നൊരു ചിന്ത നിനക്കുണ്ടായിരിക്കാം. പക്ഷേ കുഞ്ഞെ, ദൈവം പിടിച്ചു വെച്ചതല്ല, ദൈവം പിടിച്ചു വെച്ചതല്ല. ചിലത് നിന്നെ വെളിപ്പെടുത്താനാ, ചില മർമ്മങ്ങൾ നിന്നെ പഠിപ്പിക്കാനാ, നിനക്ക് ഇതുവരെ വെളിപ്പെടാത്ത ചിലതിനെ നിനക്ക് മനസ്സിലാക്കി തരാൻ
ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് ദൈവം അല്പം താമസിക്കുന്നത്. സ്തോത്രം. എത്ര പേർ ദൈവത്തിന് നന്ദി പറയുന്നവരുണ്ട്. സ്തോത്രം. ഹൃദയത്തെ അവൻ മന്ത്രിച്ച് ഭാരപ്പെടുത്തി നിന്നെ ഒതുക്കാൻ ശ്രമിച്ച ശത്രുവിന്റെ തല ഇന്ന് രാത്രിയിൽ തകരുന്ന രാത്രിയാണ്. നിന്റെ പ്രാർത്ഥനയെ മടുപ്പിച്ച ശത്രുവിന്റെ തല ഇന്ന് രാത്രി തകരുകയാണ്. നിന്റെ ആരാധനയെ മടുപ്പിച്ച സ്തോത്രം ഇന്ന് രാത്രിയിൽ ചിലരുടെ ദൈവം അങ്ങനെ ദൂത് പറയുന്നു. സ്തോത്രം. പ്രാർത്ഥനയുടെ മറുപടികൾ താമസിച്ചപ്പോൾ നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ കണ്ടതുപോലെ മയക്കം, ആത്മീക മയക്കം, ആത്മീക ഉറക്കത്തിലേക്ക് നിന്നെ വലിച്ചുകൊണ്ടുപോയ ചില ദുഷ്ടപിശാചിന്റെ പദ്ധതികൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ്. യെസ്, യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ചില ശത്രുവിന്റെ പോരുകൾ ക്യാൻസൽ ചെയ്യുകയാണ്. ഗ്ലോറി ടു ജീസസ്. യെസ്, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ചിലർ ഇന്ന് രാത്രിയിൽ കാണാൻ വേണ്ടി പോകുകയാണ്. ആമേൻ. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ചില അത്ഭുതത്തിന്റെ പ്രവർത്തികൾക്കായി ചില വഴികൾ തുറക്കപ്പെടുന്ന രാത്രിയാണ്. യെസ് ദൈവമക്കളെ, ഒരു സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാട്ടെ. ശത്രു ചിലപ്പോൾ പറയും, ഇനി പ്രാർത്ഥിക്കണ്ട, ഇനി ആരാധിക്കണ്ട, ഇനി സ്തുതിക്കണ്ട, എന്തിനാ എന്ന് ചോദിച്ചേക്കാം. എന്നാൽ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ ദൈവമക്കളെ, ദൈവത്തിന് ചില അത്ഭുതങ്ങൾ ചെയ്യാനുണ്ട്. ദൈവത്തിന് ചില മർമ്മങ്ങൾ വെളിപ്പെടുത്താനുണ്ട്. സ്തോത്രം. സമയം അതിവേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്ലോറി ടു ജീസസ്. 4 ദിവസം, 4-ാം ദിവസത്തിന്റെ പ്രത്യേകതയുണ്ട്. 4-ാം ദിവസത്തെ ആ ദേശക്കാർ അവിടെ ഇടയിൽ ഒരു വിശ്വാസമുള്ളത്, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ 3 ദിവസം വരെ ആ വ്യക്തിയുടെ ആത്മാവ് കല്ലറ വിട്ടുപോകാതെ അവിടെ ചുറ്റിപ്പറ്റി സഞ്ചരിക്കും എന്ന ഒരു വിശ്വാസം അവരുടെ ഇടയിലുണ്ട്. അവർ പൊതുവെ വിശ്വസിച്ചു വരുന്നു, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ആത്മാവ് 3 ദിവസം വരെ കല്ലറ വിട്ടു പോകാറില്ല. കല്ലറയ്ക്ക് ചുറ്റും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ച് അനന്തരം മാത്രമേ കല്ലറ വിട്ട് അദ്ദേഹത്തിന് ആ ആത്മാവിന് ഒരുക്കപ്പെട്ട സ്ഥലത്തേക്ക് പോവുകയുള്ളൂ എന്നൊരു വിശ്വാസമുള്ളൂ. അങ്ങനെയാണെങ്കിൽ 2-ാം ദിവസമോ 3-ാം ദിവസമോ യേശു വന്ന് ലാസറിനെ ഉയർപ്പിച്ചാൽ നാട്ടുകാരും കൂടി നിന്നോരും ചാർച്ചക്കാരും എല്ലാവരും കൂടി ഒരുമിച്ച് പറയും, ഇത് ഇവിടെ കറങ്ങി നടന്ന ആത്മാവ് തിരിച്ചു വന്നതാണ്. കല്ലറയിൽ ഉണ്ടായിരുന്ന ആത്മാവ് തിരിച്ച് അവന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചതാണ്. പറഞ്ഞില്ലേ അത്ഭുതമുള്ളൂ. ഇത് നടക്കും. ആളുകൾ കുറ്റം പറയും, അത്ഭുതത്തെ അംഗീകരിക്കത്തില്ല, അതിനെ കുറ്റം പറഞ്ഞ് അവഗണിച്ച് തള്ളും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ ഈ 4-ാം ദിവസം ഒറ്റയെണ്ണത്തിന് നാവനങ്ങത്തില്ല. ഈ 4-ാം ദിവസം ഒറ്റയെണ്ണം കുറ്റം പറയത്തില്ല. ഈ 4-ാം ദിവസം ഒരുത്തരും ദൂഷിക്കത്തില്ല, ഒരുത്തരും അത്ഭുതത്തെ തള്ളിക്കളയത്തില്ല, ഒരുത്തനും സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ തികവുള്ള ഒരു അത്ഭുതമായിരുന്നു യേശു അവിടെ ചെയ്തത്. എത്ര പേർ അംഗീകരിക്കുന്നവരുണ്ട്? 4-ാം ദിവസം സ്തോത്രം, ഈ മരിച്ചവൻ കല്ലറക്കകത്തുനിന്ന് ജീവൻ പ്രാപിച്ച് വെളിയിലോട്ട് ഇറങ്ങി വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് അന്നിതുവരെ നാളിതുവരെ ദേശം കണ്ടിട്ടില്ലാത്ത ഒരു വലിയ മഹാ അത്ഭുതമായിരുന്നു അവിടെ സംഭവിച്ചത്. പ്രിയമുള്ള ദൈവമക്കളെ, അവൻ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ദൈവം ചിലപ്പോൾ താമസിക്കുന്നു ചോദിച്ചാൽ, കുഞ്ഞെ, നിന്റെ ജീവിതത്തിലെ വിടുതലുകൾ നോക്കി പ്രതിവാദം പറഞ്ഞ് നിന്നെ ആക്ഷേപിക്കാൻ, അവൻ നിന്നെ ഒന്നുമില്ലാതെയാക്കാൻ, നിന്നെ അടിച്ച് താക്കാൻ, അവൻ കാത്തിരിക്കുന്ന ചിലതിൻ്റെ നാവിനെ അടക്കാൻ, നിനക്കെതിരെ പ്രതിവാദം പറയാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിലതിൻ്റെ നാവിനെ അടക്കാനാണ് എൻ്റെ കർത്താവ് ചിലപ്പോൾ താമസിക്കുന്നത്. ഹല്ലേലൂയ. ചിലപ്പോൾ നീ ചിന്തിക്കും, എന്തുകൊണ്ട് എനിക്ക് മറുപടി കിട്ടുന്നില്ല? ഒരു കാര്യം ഞാൻ പറയാം, ദൈവം നിന്നെ കാണാഞ്ഞിട്ടോ അറിയാഞ്ഞിട്ടോ അല്ല, ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കാഞ്ഞിട്ടല്ല. ചിലതിൻ്റെ വായടയ്ക്കാനാ, ചിലതിൻ്റെ അധരത്തെ ഒതുക്കാനാ, ചിലതിൻ്റെ നാവിനെ കെട്ടാനാ എൻ്റെ കർത്താവ് താമസിച്ചത്. എത്ര പേര് ആമേൻ പറയുന്നവരുണ്ട്? ഇന്ന് രാത്രിയിൽ ഈ കേട്ട ചിന്തകൾ മറക്കരുത്. എന്തുകൊണ്ട് എൻ്റെ കർത്താവ് താമസിക്കുന്നു? ആമേൻ. ദൈവത്തിന് തന്നെ മഹത്വം വെളിപ്പെടുത്താനുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് താമസിച്ചത്. 2, എൻ്റെ കർത്താവിന് അസാധാരണമായ ചിലത് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ താമസിക്കുന്നത്. 3, ഹല്ലേലൂയ, ചിലതിൻ്റെ നാവടയ്ക്കാൻ. സ്തോത്രം. അവൻ ചില വചന വെളിപ്പാടുകൾ നൽകാൻ. ഈ 4 കൂട്ടം കാര്യങ്ങൾ മറക്കരുത്. ചില വചന വെളിപ്പാട് തന്ന്
നമ്മെ ഉറപ്പിക്കാൻ, നമ്മെ നിലനിർത്താൻ, നമ്മെ ഒന്ന് പിടിച്ചു നിർത്താൻ. അതിനാണ് എൻ്റെ കർത്താവ് ചിലപ്പോൾ അല്പം താമസിക്കുന്നത്. എത്ര പേർ ആമേൻ പറയുന്നവരുണ്ട്? എത്ര പേർ സ്തോത്രം പറയുന്നവരുണ്ട്? ഇന്ന് രാത്രിയിൽ എൻ്റെ സന്ദേശത്തിൻ്റെ സമയം ഇവിടെ തീരുമ്പോൾ ഞാൻ ഈ സന്ദേശത്തെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപായിട്ട് ഞാനൊരു കാര്യം പറയാം. ദൈവമക്കളെ, ഈ രാത്രിയിൽ എത്ര പേർ സമർപ്പിക്കുന്നവരുണ്ട്? ആ കർത്താവേ, അതിനു വേണ്ടിയാണോ താമസിച്ചത്? ഹല്ലേലൂയ, തൻ്റെ മഹത്വം വെളിപ്പെടുത്താനാണോ താമസിച്ചത്? എങ്കിൽ എൻ്റെ കർത്താവേ, എനിക്ക് താമസിച്ചു മതി എന്ന് പറയുന്ന എത്ര പേർ എന്നെ ശ്രദ്ധിക്കുന്നതിൽ ആമേൻ പറഞ്ഞ് സമ്മതിക്കുന്നവരുണ്ട്? മഹത്വം വെളിപ്പെടുത്താനാണെങ്കിൽ, സ്തോത്രം, ഒരു അത്ഭുതം ചെയ്യാനാണെങ്കിൽ, ഹല്ലേലൂയ, ചില വചന വെളിപ്പാടുകൾ തരാനാണെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, ചിലതിൻ്റെ നാവ് അടയ്ക്കാനാണെങ്കിൽ ദൈവത്തോട് ഇന്ന് രാത്രിയിൽ പറ, എനിക്ക് താമസിച്ചു മതിയെന്ന്. കർത്താവേ, അങ്ങയുടെ സമയത്ത് മതിയെന്ന് പറയുന്ന എത്ര പേരുണ്ട്? അങ്ങനെയുള്ള ചിലരെ ദൈവം ഇന്ന് രാത്രി തിരയുകയാണ്. നമ്മൾ വായിച്ച ആ കുറിവാക്യ ഭാഗത്ത് കണ്ടത്, സ്തോത്രം, പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചു ഉറങ്ങി. സ്തോത്രം, മണവാളൻ താമസിച്ചപ്പോൾ അവർക്ക് പറ്റിയത്, അവർ മയക്കം പിടിച്ചു. ആദ്യം ആത്മിക മയക്കത്തിലേക്കും പിന്നെ ആത്മിക ഉറക്കത്തിലേക്കും, സ്തോത്രം, ഒടുവിൽ തള്ളപ്പെടുന്ന അവസ്ഥയിലേക്കും പോയ ദുസ്ഥിതിയാണ് നമ്മൾ 25-ാം അധ്യായത്തിലെ 5 കന്യകമാരിലൂടെ കണ്ടത്. സ്തോത്രം, ഇന്ന് രാത്രിയിൽ സമർപ്പിക്കുന്ന എത്ര ദൈവമക്കൾ, ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ ദൂതിന് മുമ്പിൽ സമർപ്പിക്കുന്ന എത്ര ദൈവമക്കൾ, സ്തോത്രം, ഇന്ന് രാത്രി ഒന്ന് കണ്ടുണർന്നാട്ടെ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ശത്രു നിങ്ങളെ ഒന്നും മയക്കിയില്ല, മയക്കാൻ ശ്രമിച്ചില്ല. പലപ്പോഴും ശത്രു നമ്മളെ ഒന്ന് മയക്കി ആത്മിക ഉറക്കത്തിലേക്കും ആത്മിക മയക്കത്തിലേക്കും നമ്മെ തള്ളിക്കൊണ്ടുപോകാൻ ശത്രു ശ്രമിച്ചില്ലേ? ഇന്ന് രാത്രിയിൽ ചില തന്ത്രങ്ങൾ അഴിഞ്ഞു മാറുന്ന രാത്രിയാകട്ടെ. ശത്രുവിൻ്റെ ചില പോരികൾ ഇന്ന് രാത്രിയിൽ ക്യാൻസൽ ചെയ്യപ്പെടുന്ന രാത്രിയാകട്ടെ. ആത്മീയതയിൽ ഒരു കുതിച്ചുചാട്ടത്തിന് വേണ്ടിയിട്ട് എത്ര ദൈവമൊക്കെ താല്പര്യമുണ്ട്? ആത്മിക മയക്കത്തിൻ്റെ ആ സ്റ്റേജിലാണോ നിങ്ങളായിരിക്കുന്നത്? അതോ ആത്മിക ഉറക്കത്തിൻ്റെ സ്റ്റേജിലാണോ ആയിരിക്കുന്നത്? അവിടെ നിന്നൊരു കുതിച്ചുചാട്ടം എത്ര ദൈവമക്കൾക്ക് താല്പര്യമുണ്ട്? എത്ര ദൈവമക്കൾ അതിനുവേണ്ടി സമർപ്പിക്കുന്നവരുണ്ട്? എത്ര ദൈവമക്കൾ അതിനുവേണ്ടി പറയുന്നവരുണ്ട്? കർത്താവേ, എനിക്ക് താമസിച്ചായാലും മതി, അങ്ങയുടെ മഹത്വം എനിക്ക് കാണണം, അങ്ങയുടെ അത്ഭുതം എനിക്ക് കാണണം. യെസ്, അങ്ങനെ പറയുന്ന എത്ര ദൈവമക്കളുണ്ട് ഈ റോസ് ഫാമിലിക്കകത്ത്? സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ സമർപ്പിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ട്? കർത്താവിൻ്റെ ആ കരം നമുക്ക് വേണ്ടി നിറങ്ങി വരുന്നത് ആത്മാവിൽ അനുഭവിക്കാൻ തുടങ്ങി. എൻ്റെ സന്ദേശത്തിൻ്റെ അവസാന ഭാഗം ഞാൻ പ്രാർത്ഥിച്ചു നിർത്തുന്നതിന് മുൻപ് സമർപ്പിക്കുന്ന ചിലർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായി അറിയിക്കാനുള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. പ്രിയ റോസ്ലിൻ സിസ്റ്ററും അതുപോലെ അഡ്മിൻ പാനലുള്ള ദൈവമക്കൾ അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ അവിടെ അറിയിച്ചാൽ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. നമുക്കൊരുമിച്ച് ഈ വിഷയം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവം ചിലത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ദൈവത്തിന് ഒരു നാഴികയുണ്ട്. ആ മർമ്മം ഒന്ന് തിരിച്ചറിഞ്ഞാട്ടെ. ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഒരു നിമിഷം സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിക്കായി നമ്മൾ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയും. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി ചിലരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. സമർപ്പിക്കുന്ന ദൈവമക്കൾ അവിടെ ഇരിക്കുന്ന ഇരിപ്പിൽ പ്രാർത്ഥനയ്ക്കായി സമർപ്പിക്കും. നിങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെ അല്പനിമിഷങ്ങൾ പ്രാർത്ഥനയ്ക്കായി നിങ്ങൾ സമർപ്പിച്ചാട്ടെ. നിങ്ങൾ ഏത് മേഖലയിലാണോ ആയിരിക്കുന്നത് അവിടെ ചില നിമിഷങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. ചിലരൊക്കെ ഇന്ന് ചില വിടുതലിൻ്റെ രാത്രിയാണ്. ഈ രാത്രി ചില വിടുതലിൻ്റെ രാത്രികളാണ്. ചില വിടുതൽ സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. ചില വ്യക്തി ജീവിതങ്ങളിടയിൽ കർത്താവിൻ്റെ ചില അത്ഭുതങ്ങൾ നടക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ കേട്ട ചില ദൂതുകൾ ചില കുടുംബത്തിനകത്ത് നിവർത്തിയാകുന്ന രാത്രിയാണ്. ചില കുടുംബങ്ങളകത്ത് ദൂത് ശക്തമായി വെളിപ്പെട്ട രാത്രിയാണ്. ഈ ദൂതുകൾ ചില കുടുംബത്തിനകത്ത് സംഭവിക്കുന്ന രാത്രിയാണ്. യെസ്,
ഉടകമന ഹദരകന ഘടകതന റിയകമന ഹംബന റയൽകമനവ ജീവന ഘടകതന ഹംദൽ കമന ഘടകതന യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ചില കുടുംബങ്ങളുടെ അകത്ത് അങ്ങനെ ചില വിടുതലുകൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഈ നിമിഷം തന്നെ ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടട്ടെ. ചില രോഗസൗഖ്യങ്ങൾ, ചില അത്ഭുത വിടുതലുകൾ, ചില ദൈവത്തിന്റെ വെളിപ്പാടുകൾ ചില പ്രാപിക്കുന്ന രാത്രിയായി മാറട്ടെ. ഉടകമന ഹംദൽ ഖമന ഘടകതന ജീവന ഘടകതന റീബൽ ഖമന ഘടകതന. ഗ്ലോറി ടു ജീസസ്. നമുക്ക് ഒരുമിച്ച് സമർപ്പിക്കാം, നമുക്ക് ഒരുമിച്ച് ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രി സമയത്തിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് വചനം മുമ്പാകെ ആയിരിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തുതിക്കുന്നു. കർത്താവ്, ഇന്ന് രാത്രി കേട്ട ഈ ദൂതുകൾ ഹൃദയത്തിനകത്ത് ഇറങ്ങിയ ചില വ്യക്തികളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിരിക്കുന്നതിനായി സ്തുതിക്കുന്നു. ചില വിടുതലുകൾ ഇന്ന് രാത്രിയിൽ ചില പ്രാപിച്ചിരിക്കുന്നതിനായി സ്തുതിക്കുന്നു. ചില അത്ഭുതങ്ങൾ ചില കുടുംബത്തിനകത്ത് സംഭവിച്ചിരിക്കുന്നതിനായി സ്തുതിക്കുന്നു. ഏറ്റെടുത്ത ചില വ്യക്തി ജീവിതങ്ങളുടെ അകത്ത് ദൈവം ചില ക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി സ്തുതിക്കുകയാണ്. അത്ഭുതങ്ങളിലൂടെ നടത്തിയാട്ടെ. യെസ്, എല്ലാ പ്രിയപ്പെട്ടവരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അടിയൻ ഇന്ന് രാത്രിയിൽ ഈ പ്രിയപ്പെട്ടവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവർ അനുഗ്രഹമായി മാറട്ടെ. ആത്മിക, ഭൗതിക, സാമ്പത്തിക സകല മണ്ഡലത്തിലും ദൈവം അത്ഭുതങ്ങൾ ചെയ്യട്ടെ. മഹത്വങ്ങൾക്ക് അടിയനെ ഉപയോഗിച്ചതായി സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗ്ലോറി ടു ജീസസ്. ഈ രാത്രിയിലും റോസ് ഫാമിലി എന്ന ഈ അനുഗ്രഹീതമായ പ്രാർത്ഥന കൂട്ടായ്മയിലൂടെ നിങ്ങളോട് വചനം അറിയിക്കുവാൻ എളിയവനായ അടിയന് അവസരം ഒരുക്കി നൽകിയ പ്രിയ റോസ്ലിൻ അമ്മാമയ്ക്കും, അതുപോലെ തന്നെ ചീഫ് അഡ്മിനായ പ്രിയ അമ്മാമ, അതുപോലെ തന്നെ അഡ്മിൻ പാനലിലുള്ള എല്ലാ ദൈവദാസന്മാർ, അതുപോലെ ഗ്രൂപ്പ് മെമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാ ദൈവമക്കൾക്കും, ഇന്ന് ഈ നിമിഷം വരെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിലുള്ള നന്ദി ഹൃദയംഗമായി അറിയിക്കുന്നു. അവസരത്തിനും അനുവാദത്തിനും നന്ദി. ദൈവം നിങ്ങളെ ഒത്തിരി ഉപയോഗിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.